ഹലോ വിവോസ്, നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പെർഫോമൻസിൽ കാണിക്കുന്നത് ഓപ്ഷൻ സ്ട്രാറ്റജി. നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ ഓപ്ഷൻ ട്രേഡിങ് നമുക്ക് എങ്ങനെ എൻട്രി എടുക്കാം, കറക്റ്റായിട്ടുള്ള എൻട്രി എങ്ങനെ എടുക്കാവുന്നതാണ്. അതിപ്പോൾ ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും നിഫ്റ്റി ആണെങ്കിലും സെൻസസ് ആണെങ്കിലും ഏതിലാണ് ട്രേഡ് ചെയ്യുന്ന സ്ട്രാറ്റജി എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഞാൻ ഇത് ലൈവിലാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി ലൈവിൽ കാണാൻ താല്പര്യമുണ്ടോ, പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോൾ ഓർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. ഡയറക്റ്റ് ഓഫീസ് വരണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓഫീസ് വരാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഞാൻ എക്സാമ്പിൾ കാണിക്കുന്ന ഓപ്ഷൻ്റെ ചാർട്ട് തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി കോൾ ഓപ്ഷൻ 55,500. അതായത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഇതുപോലെ ഓപ്ഷൻ്റെ സെപ്പറേറ്റ് ചാർട്ട് കിട്ടും. അതിനകത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും എവിടെ നമ്മൾ ബൈ ചെയ്യണം, അതായത് ലെവൽസ് കാണാൻ പറ്റും. എൻട്രി ലെവൽസ്, ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ് എല്ലാം അതേ ചാർട്ടിൽ കാണിച്ചു തരും. ഇപ്പം 55,500 ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് ആണ് കാണുന്നത് 449. സോഫ്റ്റ് നമുക്ക് ബൈ ആയിട്ട് കാണിക്കുന്നുണ്ട്. ബൈ ആയിട്ട് 327 വന്ന ട്രേഡാണ്. അതിപ്പം 120 പോയിന്റോളം കയറിയ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് ആണിത്. അപ്പോൾ നമുക്ക് സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ സിഗ്നൽസ് കാണിച്ചു തരും. ട്രേഡ് ചെയ്യുന്നതിന് മുന്നായിട്ട് ആ ഒരു സിഗ്നൽ കൺഫേം ആണെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. കൺഫർമേഷൻ ഇത്രേ ഉള്ളൂ. നമുക്കൊരു ബൈസിക്കിൾ വന്നു കഴിഞ്ഞാൽ, ആരോ വന്നു കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ടത് കൺഫേം ആയെന്നാണ്. കൺഫർമേഷൻ രണ്ട് കൺഫർമേഷൻ ഉള്ളൂ. ഫസ്റ്റ് ഇതുപോലെ പ്രൈസ് താഴെ ബൈസോൺ എന്ന് തന്നെ എഴുതി കാണിക്കണം. അതിനുശേഷം ഈ ആരോടെ താഴ്ത്തി ഒരു ബാർ കണ്ട. ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു ഒറ്റ ബാറായിട്ട് കാണുള്ളൂ. അങ്ങനെയല്ല, ഒരു ക്യാൻഡിലൂടെ ഫോം ചെയ്യുമ്പോൾ താഴെ ഒരു ബാർ ഫോം ചെയ്യും. അപ്പം സിഗ്നൽ വരുമ്പോഴത്തേക്കും താഴെ ഒറ്റ ബാറേ കാണുമെന്ന് നടത്താം. ആ ബാർ ഗ്രീൻ ആയിരിക്കണം. ഇൻ കേസ് ഇവിടെ ഗ്രീൻ അല്ല, 1-2 ക്യാൻഡിൽ ശേഷം ഗ്രീൻ ആവുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ട്രേഡ് എടുക്കാം. അല്ലെങ്കിൽ നോക്കുക, താഴത്തെ ഗ്രീൻ അല്ലെങ്കിൽ ഇപ്പോൾ പ്രൈസ് ബൈസോണ് വന്ന് താഴെ ബാറില്ല. അപ്പം നമ്മൾ നോക്കുക ആ ബൈ വന്നിരിക്കുന്ന നോക്കി. ഇപ്പോൾ എക്സാമ്പിൾ ഈ ബൈ തന്നെ നമുക്ക് നോക്കാം. ഈ ഒരു റെഡ് സ്റ്റാൻഡിനെ ബ്രേക്ക് ചെയ്തല്ലേ എൻട്രി വന്നിരിക്കുന്നത്, അതായത് റെസിസ്റ്റൻസ് ആണത്. റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് വരുന്ന എൻട്രീസ് 90% മേലോട്ട് തന്നെ പോകും. മാർക്കറ്റ് കയറുക തന്നെ ചെയ്യുക. അത്തരം കേസിൽ താഴത്തെ ബാർ നിങ്ങൾക്ക് നോക്കണമെന്നില്ല കേട്ടോ. പ്രൈസ് മാത്രം നോക്കി എൻട്രി ചെയ്യാം. പ്രൈസ് ബൈസോൺ ആണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് ട്രേഡ് എടുക്കാം. 327 വന്ന ട്രേഡ് താഴെ നോക്കും 360. എക്സിറ്റ് ആണ്. ഫസ്റ്റ് എക്സിറ്റ് 360, 386, 412. ഇങ്ങനെ 3 എക്സിറ്റ് ലെവൽ തരും. അത് നമ്മുടെ റിസ്ക് എടുക്കുന്നതനുസരിച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാം. റിസ്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് വരുമ്പോൾ മാറുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാവുന്നതാണ്. ഈ സ്ട്രൈക്ക് സെലക്ഷൻ നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ അനുസരിച്ചുള്ള ഏത് വേണം എടുക്കാം. നമ്മുടെ സോഫ്റ്റ്വെയർ ഫുൾ അതിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ. ഇതുപോലെ നമുക്ക് ഏത് വേണമെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുള്ള ട്രേഡിങ്ങിൽ ഫുൾ നമ്മളൊരു ട്രെയിനിങ് സെഷൻ അറേഞ്ച് ചെയ്ത് തരും. ഫുൾ അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസ് എല്ലാം നമ്മൾ ക്ലയൻസിന് പേഴ്സണലി അയച്ചു കൊടുക്കാറുണ്ട്. നമ്മുടെ സപ്പോർട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി കാണാനോ പഠിക്കാനോ ഈ സോഫ്റ്റ്വെയർ ബൈ ചെയ്യാനോ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.